السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. الأخلاء يومئذ بعضهم لبعض عدوا إلا المتقين. يا عباد لا خوف عليكم اليوم ولا أنتم تحزنون الذين آمنوا بآياتنا وكانوا مسلمين. ادخلوا الجنة أنتم وأزواجكم تحبرون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, മരണം വരെ ഈമാൻ കൈമോശം വരാതെ മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി, മുഹ്സിനീങ്ങളായി ജീവിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നിരവധി പരീക്ഷണങ്ങൾ, കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യങ്ങൾ, അതുമൂലമുണ്ടാകുന്ന രോഗങ്ങൾ, ശക്തമായ ചൂട്, ഇതെല്ലാം അള്ളാഹു നമ്മുടെ നേരെ അയക്കുന്ന ചില പരീക്ഷണങ്ങളാണ്. അത്തരം മാരകമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് യാത്ര പോയ നമ്മുടെ ബഹുമാന്യരായ സുഹൃത്തുക്കൾക്ക്, ഓരോ സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ മുഅ്മിനീങ്ങളുടെ കൂടെ ചാരത്തണിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസം അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും നൽകില്ല. എന്നാൽ ആരോഗ്യം, ദുനിയാവിലെ ഭൗതിക സൗകര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ടാലും നൽകും, അള്ളാഹു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നൽകും. അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമല്ല ദുനിയാവ് തരിക എന്നത്, ആരോഗ്യം തരിക എന്നത്, ഭൗതിക സൗകര്യങ്ങൾ തരിക എന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ നിദർശനമല്ല, അതിൻ്റെ അടയാളങ്ങളല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, ഇന്നല്ലാഹ യൂത്തി ദുനിയാ മൻ യുഹിബ്. ദുനിയാവ് അള്ളാഹു അവന് ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, വമൻ ലാ യുഹിബ്, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും ദുനിയാവ്. എന്നാലോ വലാ യൂത്തിൽ ഈമാൻ, ഈമാൻ അള്ളാഹ് കൊടുക്കൂല ഇല്ലാമൻ അഹബ്ബ, അവന് ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ. അപ്പം അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ ഈമാൻ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ഖുതുബയുടെ ആരംഭത്തിൽ തന്നെ മുഅ്മിനായി ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് ഈമാനോടുകൂടി ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളുടെ ഭാഗത്ത് ഒത്തുകൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കാരണം അള്ളാഹു തരണം ഈമാൻ. ഈമാൻ നഷ്ടപ്പെടുത്തുന്ന, അത് കിട്ടുന്നവർക്ക് ചില അടയാളങ്ങളുണ്ട്. അള്ളാഹു ഈമാൻ തന്നോ ഇല്ലേ എന്ന് നമ്മൾക്കറിയാൻ ചില അടയാളമുണ്ട്. അപ്പം നമുക്ക് പല രോഗങ്ങളും ഉണ്ടോ എന്നറിയാൻ നമുക്ക് പല അടയാളമില്ലേ. അതുപോലെ അള്ളാഹു നമുക്ക് ഈമാൻ തന്നിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ അള്ളാഹു ചില അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സൂറത്തുൻ നൂറിൽ അള്ളാഹു പറയുന്നു,
ആ അടയാളമുള്ള ആളുകൾ റിജാലുൻ, അവർ കുറച്ച് മനുഷ്യന്മാരാണ്, ആണുണ്ട് പെണ്ണുണ്ട്. ആ ഈമാൻ കിട്ടിയ ആണും പെണ്ണുങ്ങളും. ലാ തുൽഹീഹിം തിജാറത്തുൻ വല ബൈഉൻ അൻ ദിക്രില്ല, അവർക്ക് കച്ചവടമോ ക്രയവിക്രയങ്ങളോ വിവാഹങ്ങളോ കുടിയിരിക്കലോ അല്ലെങ്കിൽ അതുപോലുള്ള ഭൗതികമായ ഒരുപാട് പ്രശ്നങ്ങളിൽ മുഴുകി അള്ളാനെ മറന്ന് ജീവിക്കുന്നവരല്ല ഈമാൻ കിട്ടിയവർ. ഇപ്പം ഈമാൻ കിട്ടുന്നതിൻ്റെ അടയാളം എന്താണ്? ദുനിയാവുമായി കെട്ടിപ്പിടിച്ച് നിൽക്കൂല. ദുനിയാവ് ഉണ്ടാവണം, അതല്ല തരും. ദുനിയാവോന്ന് പറഞ്ഞ് മാലി മാലി എന്ന് പറഞ്ഞ് നടക്കൂല, ധനം ധനം എന്ന് പറഞ്ഞ് നടക്കൂല. അതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, നിങ്ങൾക്ക് ഈമാൻ തന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടു. എന്താണ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളം? അവരുടെ കച്ചവടമാവട്ടെ ക്രയവിക്രയങ്ങളാവട്ടെ അല്ലെങ്കിൽ അവർ ഇടപെടുന്ന ഏത് വിഷയങ്ങളിലും അള്ളാഹുവിനെ മതി മറന്നുകൊണ്ടുള്ളൊരു ജീവിതം അവർക്കുണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ അടയാളം. നിങ്ങൾ അള്ളാഹിനെ മറന്നിട്ടാണോ ദുനിയാവിൽ ജീവിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക അള്ളാഹു ഇന്നിൽ നിന്ന് ഈമാൻ ഊരിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് പല കാരണങ്ങളുണ്ട്. എന്നിട്ടല്ല പറയാം, അള്ളാഹുവിൽ നിന്ന് അകന്നു പോകും. ഇഖാമി സലാത്ത്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കും അള്ളാഹു ഈമാൻ കൊടുത്തവർ. ഈത്തായി സക്കാത്ത്, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും. യഖാഫൂന യൗമൻ, അവരൊരു ദിവസത്തെ ഭയപ്പെടും ഈമാനുള്ളവർ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ തന്നെ. അങ്ങനെ ജീവിക്കുക. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണുകളും ഹൃദയങ്ങളും പിടയുന്ന ഒരു ദിവസം അഥവാ പരലോകം. ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ദുനിയാവിൽ ജീവിക്കുക. ഈ 3 അടയാളമുണ്ടോ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമുക്ക് ഈമാൻ തന്നിട്ടുണ്ട്. ഏതൊക്കെ അടയാളം പറഞ്ഞ്? ഒന്ന്, അള്ളാഹു പറഞ്ഞു ക്രയവിക്രയങ്ങൾ, അതാണല്ലോ നമ്മളെപ്പോഴും നശിപ്പിക്കുക. ഇപ്പോൾ ഷോപ്പ്, സ്ഥാപനം അതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ഒഴിവാവും, പിന്നെ കണക്കുണ്ടാവില്ല, സക്കാത്ത് ഉണ്ടാവില്ല, ഹലാലാണോ ഹറാമാണോ സമ്പാദിച്ചത് നോക്കൂല. മക്കൾക്കും ഭാര്യയ്ക്കും സൗകര്യം കിട്ടാൻ, സന്തോഷം കിട്ടാൻ, ഓരുടെ ആനന്ദവും സന്തോഷവും ദുനിയാവിലെ അവർക്ക് വേണ്ടിയുള്ള പെടാപ്പാട് പെടുക, അത് ഇവരുണ്ടാവില്ല. ഈമാൻ കിട്ടിയവർ, ഈമാൻ കിട്ടിയവർക്ക് പെടാപ്പാട് പെടാതെ തന്നെ അള്ളാഹു ദുനിയാവ് കൊടുക്കും. ദുനിയാവ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പൊഞ്ഞ് തരികയല്ല ചെയ്യുക, സമാധാനപരമായ ദുനിയാവിലെ ജീവിതം അള്ളാഹു തരും. നേരെ മറിച്ച് അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ഈമാൻ എടുത്തു കളഞ്ഞു. ഈമാൻ എടുത്താൽ ഉള്ള അടയാളമാണെന്ന് പറഞ്ഞത്, അവർക്ക് നിസ്കാരം കൃത്യമായിരിക്കില്ല, ഒരു സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കൂല. എന്തെങ്കിലും കൊടുക്കൂല എന്നല്ല, കൊടുക്കും. പിന്നെ അവർ ഈ കൊടുക്കുമ്പോൾ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഈ നമസ്കാരവും ഈ നോമ്പും ഈ സക്കാത്തും ഒക്കെ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ അള്ളാഹു തനിക്ക് കിട്ടണമെന്ന പ്രതീക്ഷയോട്ട് അങ്ങേയറ്റത്തെ ഭയത്തോടു കൂടി ആ ഭൂമിയിൽ ജീവിക്കുക. അതാണ് ഈമാൻ കിട്ടിയതിൻ്റെ അടയാളം കേട്ടോ. എന്നാലോ ഇതൊന്നും ശ്രദ്ധിക്കാതെ മക്കൾക്ക് വേണ്ടിയും മുതലിന് വേണ്ടിയും രാപ്പകൽ ഓടുന്നവരോട് അല്ലാഹു പറഞ്ഞു, ഈമാൻ എടുത്തു കളിയെന്ന് മാത്രമല്ല, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഈമാൻ ഉൾക്കൊണ്ടവരെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ മക്കളും മുതലും നിങ്ങൾ അശ്രദ്ധരാക്കരുത്. ഈമാൻ നഷ്ടപ്പെട്ടാൽ അതാണ്ടാകുക, അശ്രദ്ധരാവും. നമ്മളെ മക്കളുടെ പഠനം, അവരുടെ വിദ്യാഭ്യാസം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, MBBS വരെ ലാസ്റ്റ് സമയം വരെ എത്തിയൊരു കുട്ടി അല്ലേ, ആ കുട്ടിയുടെ പരലോകം അല്ലാഹു ഖൈറാക്കട്ടെ. ആ കുട്ടി യാത്രയായി അല്ലേ. MBBS പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് കാരണം നമ്മളെ മനസ്സിൽ എത്ര മോഹങ്ങളുണ്ടാവും, എത്ര ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ. ചിലപ്പോൾ MBBS ഡോക്ടറുടെ ഗേറ്റിൽ വെക്കാനുള്ള ബോർഡ് വരെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും അല്ലേ. പക്ഷെ റബ്ബിൻ്റെ കോടതിയിലേക്ക് പോയി അല്ലേ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ലാ തുൽഹിക്കും, നിങ്ങൾ അശ്രദ്ധരാക്കരുത്. എന്ത്? ഔലാദുക്കും അംവാലുക്കും വല ഔലാദുക്കും, നിങ്ങളുടെ മുതലുകളോ നിങ്ങളുടെ മക്കളോ നിങ്ങൾ അശ്രദ്ധരാക്കരുത്. ഒരുപാട് പണം ഉണ്ടാവുമ്പം നമുക്ക് വല്ലാത്ത അശ്രദ്ധ വരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നില്ല. റസൂലുള്ള പറയാണ്, ഇന്ന മിമ്മ അഖാഫു അലൈക്കും ബഅദി, എൻ്റെ മരണശേഷം എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത് മാ യുഫ്തഹു ലക്കും മിൻ സിഹറത്തി ദുനിയാ വസീനത, ദുനിയാവ് അലങ്കാരമാവുകയും ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങൾ കൂടുകയും ചെയ്യുന്നതിന് ഞാൻ ഭയപ്പെടുന്നത്. എൻ്റെ ഉമ്മത്തിന് പൈസ കൂടിയിട്ട് അഹങ്കാരം വരും, പിന്നെ ആളെ കണ്ണെടുത്താൽ കാണൂല ഇല്ലേ. മുക്കാല് കുറച്ച് കൂടി ഉണ്ടാവില്ല, മുക്കാല് കുറഞ്ഞാൽ ഭയങ്കര, മുക്കാലും കുറയാ. ദുനിയാവിൽ അല്ല തന്ന ഭൗതികമായ ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തനാവും അല്ലേ. അല്ലെങ്കിലോ നടക്കുമ്പോൾ തന്നെ ആ വീതി ഉണ്ടാവില്ല, ആ നെഞ്ഞിൻ്റെ വീതിയൊക്കെ ഭയങ്കര അല്ലേ. അല്ല പറഞ്ഞു, എന്ത്? നീ കുലുക്കണ്ട, വല്ലാണ്ട കുലുക്കണ്ട, ഭൂമി നിനക്ക് പിളർക്കാൻ കഴിയില്ല അല്ലേ. ലാ തംശിഫിൽ മറലി മർഹ, അഹങ്കാരത്തോടു കൂടി നടക്കരുത് ഭൂമിയിൽ ഉണ്ടോ. വിശ്വാസമുള്ളവൻ നടക്കുക അങ്ങനെ.
അഹങ്കാരത്തോട്ടല്ല. ലാ തംശി ഫിൽ അർളി മർഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ദുരഭിമാനികളായ പൊങ്ങച്ചക്കാരായി നടക്കുന്ന ആണിനെയും പെണ്ണിനെയും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പം അള്ളാഹു ഇഷ്ടപ്പെടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നത്. അതെപ്പോഴാണ് മാറുക? നല്ല ആരോഗ്യം ഉണ്ടാകുക, നല്ല മുക്കാലുണ്ടാകുക, അല്ലേ? അപ്പോഴല്ലേ. നേരെ മറിച്ച് ആരോഗ്യം കുറഞ്ഞു, മുക്കാലും കുറഞ്ഞാലോ അഹങ്കാരമൊക്കെ പോയി, എല്ലാവരെ കണ്ടാലും ചിരിക്കും, അല്ലേ? ആരെങ്കിലും ആളെ ചിരി കിട്ടിയാൽ മതി. മറ്റേ ആളെ നോക്കിയേ ചിരിക്കുകയുള്ളൂ, അല്ലേ? ഇതൊക്കെ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഫാരിൽ അമ്മൻ തവല്ലാൻ ദിക്രിന, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരെ നീ വിട്ടുകളണം. ഈമാനുള്ളവൻ വിട്ടുകളയും. അങ്ങനെ ജീവിക്കുന്നവരെ കൂടെ അവൽ ഉണ്ടാവില്ല, ആണും പെണ്ണും ഉണ്ടാവില്ല. അത് നമ്മളെ കുടുംബമായാലും നമ്മളെ ബന്ധുക്കളായാലും നമ്മളെ ബാപ്പായാലും നമ്മളെ ഉമ്മ ആയാലും നമ്മളെ പെങ്ങളായാലും ജ്യേഷ്ഠനായാലും അനുജനായാലും നമ്മൾ ഉണ്ടാവില്ല. അള്ളാഹനെ നകന്ന് ജീവിക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ ഉണ്ടാവില്ല. വിടാനാ പറഞ്ഞ അള്ളാഹ്. ഫാരിൽ അമ്മൻ തവല്ല അൻദിക്രിന ഓലം യുരുത് ഇല്ലൽ ഹയാത്തു ദുനിയ. അത്തരം ആളുകൾ ഭൗതിക ലോകം മാത്രം കിട്ടാൻ കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവരുടെ ആകെ പരിപാടി തന്നെ ദുനിയാവ് കാണില്ല, വേറെ ഒന്നോർക്കില്ല. അവരുടെ മനസ്സിൽ ആഹ്റുമില്ല, മരണവുമില്ല, ഖബറില്ല, ഹിസാബില്ല, യൗമുൽ ഖിയാമല്ല, ഒന്നും അവരുടെ മുമ്പിൽ ഉണ്ടാവില്ല. അവർ വെറും ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ഓടി. അത്തരം ആളുകൾ നമ്മളെ കുടുംബത്തിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, നമ്മളെ കൂട്ടുകാരിലാവട്ടെ വിട്ടുകളണം. അല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടും. ഞാൻ അതാണ് ഊതി വെച്ചാൽ നമ്മൾ നോക്കാം. അല്ല പറയാറുണ്ട് ദാലിക മബ്ലഉഹും മിനൽ ഇൽം. അവർ വിജ്ഞാനം നേടുന്നതിൻ്റെ പരമ ലക്ഷ്യം ഭൗതികം നേടാനാണ്, ദുനിയാവ് നേടാനാണ്, അല്ലേ? ഇപ്പം നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നതിനാ ദുനിയാവ് നേടാനാണ്. ഓല് കഷ്ടപ്പെടരുത്, അല്ലേ? അതിനല്ലേ ദാലിക മബ്ലഉഹും മിനൽ ഇൽം. അവർ ഈ ദുനിയാവിൽ വിജ്ഞാനത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്, വിജ്ഞാന കുതികളായിട്ട്, അല്ലേ? എന്തിനാ? പരലോകം നേടാനല്ല, അവർക്ക് ദുനിയാവിൽ സുഭിക്ഷമായി ജീവിക്കണം. അതിനാണോ ആഗ്രഹം? അത്രക്കാരെ വിട്ടുകളയാണ്. ഇന്ന റബ്ബക അഅലമു ബിമൻ ളല്ല അൻ സബീലി. അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റി ജീവിക്കുന്നവരെ അള്ളാഹു കൃത്യമായി അറിയുന്നുണ്ട് കേട്ടോ, മറക്കണ്ടാന്ന്. അങ്ങനെ അള്ളാഹ് അറിയുന്നുണ്ട്. നിങ്ങൾ വഴി വിടുമ്പോൾ അപ്പം അറിയാം അള്ളാഹ്. നിങ്ങളെ മക്കളെയും കൊണ്ട് ദുനിയാവ് നേടാൻ വേണ്ടിയിട്ട് പമ്പരം പായുമ്പോൾ അത് അള്ളാഹ് അറിയുന്നുണ്ട്. നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയില്ല ഞാൻ അങ്ങനെയല്ല ജീവിച്ചത് എന്ന് പറയാൻ കഴിയില്ല. അതാണ് ബിമൻ ലല്ലാൻ സഹബീലി വഹു അഅലമു ബിമൻ ഇഹ്തദ. ആരൊക്കെയാണ് അള്ളാഹു പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെ ദുനിയാവും ആഖിറവും സമ്പാദിക്കുന്ന രൂപത്തിൽ ജീവിച്ചത് എന്നും അള്ളാഹുവിനെ അറിയുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസിച്ചവരെ നിങ്ങളുടെ മക്കളും മുതലൊന്നും നിങ്ങൾ അശ്രദ്ധരാക്കരുത് കേട്ടോ. ഈമാനില്ലാത്തവരുടെ അടയാളം അത്. ഓൽക്ക് മക്കളും മുതലും വല്ലാണ്ട തൈകളിൽ. പിന്നെ ഓൽക്ക് ആഹാരമില്ല, മരണമില്ല. പിന്നെന്തേ രോഗം വരുമ്പോൾ എല്ലാവരോടും പറയും ദ്വാരക്കണേ ദ്വാരക്കണേ, അല്ലേ? അല്ലെങ്കിൽ ഒരു ഹജ്ജിനൊക്കെ പോകാൻ വേണ്ടി പോകുമ്പോൾ ദ്വാരക്കണേ, അല്ലേ? അല്ലാണ്ട് ഓനക്ക് ദ്വയില്ല, ഒന്നുമില്ല. ഓൻ്റെ ജീവിതം മുഴുവനും അപകടത്തില്ല. ഇനിയിപ്പോൾ മഴ അങ്ങോട്ട് കഴിഞ്ഞു, വേനൽക്കാലമായി, ഇനി കല്യാണം മുസ്ലിങ്ങളുടെ, അല്ലേ? എന്തൊക്കെയാണ് നടക്കുക? നമ്മളെ മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല. ഓരൊക്കെ കൂടെ ജീവിക്കാൻ വല്ലാത്തൊരു ഗതികേടല്ലേ ഓരോ കൂടെ ജീവിക്കുന്നത്? ഓര് നിസ്കരിക്കും, ഒരു മുനാഫിക്കങ്ങളാ, ഓല ഒന്നാമത്തെ സഫിലുണ്ടാവും. പക്ഷെ അള്ളാന്റെ നിയമങ്ങൾ നടപ്പിൽ വരുത്തേണ്ട സമയത്ത് ഓല് ഉണ്ടാവില്ല. അള്ളാഹ് പറഞ്ഞെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ദുഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ സമ്പൂർണ്ണമായി പ്രവേശിക്കണം. നിങ്ങൾ തോന്നുന്നെടുക്കുക, തോന്നുന്നു ഒഴിവാക്കാനല്ല. നമ്മളങ്ങനെയാണ്. ദീനിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ നമ്മൾ എടുക്കും, ദീനിൽ നമുക്ക് പ്രയാസമുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കും. നമ്മളെന്ത് പറയും? അതൊക്കെ കുട്ടികളുടെ ഇഷ്ടമാണ്, അത് ഞാൻ ആയിട്ട് ആരും ബന്ധമില്ല. മഞ്ഞ കല്യാണം, മെഹന്തി കല്യാണം, അങ്ങനത്തെ പല കല്യാണം കൂടിയാണ്. ഒറ്റ കല്യാണത്തിന് അള്ളാൻ്റെ റസൂലിൻ്റെ മാതൃകയാണല്ലോ മുസ്ലിങ്ങൾക്ക്. പക്ഷേ റസൂലിൻ്റെ ഫാത്തിമ ബീവിനെ കല്യാണം കഴിച്ചൊക്കെ നമുക്കറിയാം, അലി റളിയല്ലാഹു കഴിച്ചു കൊടുത്ത്. പക്ഷെ അവിടെ മഞ്ഞ കല്യാണവും ഇല്ല, മെഹന്തി കല്യാണവും ഇല്ല, ഒന്നുമില്ല. ഉണ്ടോ? അത് നമ്മൾ കാണില്ല, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണില്ല. പക്ഷേ മുസ്ലിങ്ങളെന്ന് പറയുന്ന നടക്കുന്ന മുനാഫിക്കുകളായ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അതുപോലെ ഉണ്ടാവും. അത്തരം ആളുകളെ വിടാനാ അള്ളാഹ് പറഞ്ഞത്. ഓലെ ഒഴിവാക്കണം, ഓലെ പിന്നാലെ നിങ്ങൾ നടക്കണ്ട. നടന്നിട്ട് കാര്യമില്ല, നിങ്ങളും കൂടി കേടുവരും. കുറേ ഓല് പറയും ആകെ ദുനിയാവിലൊരു ജീവിതമല്ലേ ഉള്ളൂ, അതിലൊരു നിൻ്റെ മോൾക്ക് ഒരു കല്യാണമല്ലേ ഉള്ളൂ. ഒറ്റ കല്യാണമല്ലേ, ഇനി കല്യാണമില്ലല്ലോ, ഒരൊറ്റ പുരലുണ്ടാക്കൂ, അല്ലാണ്ട് നിത്യ പുര ഉണ്ടാക്കുമോ, നിത്യ കല്യാണം കഴിക്കുമോ? അപ്പം അതുകൊണ്ട് അത് ഞാൻ അടിച്ചു പൊളിച്ചോളി വരുമല്ല കേട്ടോ. അള്ളാഹ് പറയാം, അങ്ങനെ അശ്രദ്ധരായാൽ വമൻ യഫ്അൽ ദാലിക, അങ്ങനെ പ്രവർത്തിക്കുന്നവർ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരെ അള്ളാഹു ഇരുലോകവും നഷ്ടപ്പെടുത്തും. അവർക്ക് അവസാന കാലത്ത് അവർ ഭൂമിയിൽ ചവറ് പോലെ ജീവിക്കും. നിങ്ങൾ നോക്കേണ്ടി, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളെ അള്ളാഹു വല്ലാതെ കെടുത്തൂല, വല്ലാതെ പ്രയാസപ്പെടുത്തൂല. അള്ളാഹ് വേഗം കൊണ്ടുപോകും.
അപ്പോൾ ഏതായിരുന്നാലും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അള്ളാഹു ദുനിയാവ് കൊടുക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? ഈമാൻ തരുള്ളൂ. ഇപ്പോൾ ഈമാൻ കിട്ടുന്നതിന് അടയാളം അപ്പം പറഞ്ഞത്, ഒന്ന് കച്ചവടം, ക്രയവിക്രയം, അതിലൊക്കെ അള്ളാഹിനെ വിട്ടുള്ള ഒരു പണിയില്ല. മനസ്സിലായോ? അവിടെ നിസ്കാരം നടത്തുന്നതിൽ, സക്കാത്ത് കൊടുക്കുന്നതിലും, പരലോകത്തെ ഭയപ്പെടുന്നതിലൊക്കെ കൃത്യമായ ഒരളവിൽ അവൻ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കും. അപ്പോഴാണ് ഈമാൻ ഉണ്ടെന്ന്. അപ്പോൾ ഈമാൻ അള്ളാഹ് എടുത്തു കളഞ്ഞില്ല. ഇനി ഈമാൻ എടുത്തു കളയുന്ന ചില ആൾക്കാരും കൂടി അള്ളാഹ് പറയുന്നുണ്ട്. മക്കളും മകലും മാത്രമല്ല, അള്ളാഹ് പറയാം ഭാര്യമാരെയും അതിലേക്കാണ്ട് കൊടുക്കുന്നു അള്ളാഹ്. നോക്കുങ്ങൾ ഖുർആൻ പറയാം, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വുൻ ലക്കും, നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഇണകളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഈമാനില്ലാത്ത ഭാര്യ, ഈമാനില്ലാത്ത ഭർത്താവ്, ഈമാനില്ലാത്ത മക്കൾ നമുക്ക് വലിയ ശത്രുക്കളാണ്. വിശ്വാസികൾക്ക് ശത്രുക്കളാണ്. എപ്പം? പരലോകത്തുനിന്നും ഇവിടുന്നും ശത്രുക്കളാണ്. അതുകൊണ്ട് ഫഹ്ദറൂഹും, നിങ്ങൾ അവരെ വളരെ ജാഗ്രതയോട് കൂടി കാണണം. നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുന്നതിൽ പങ്കുവയ്ക്കുന്നുണ്ടോ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കണം. കാരണം നോമ്പും പെരുന്നാളൊക്കെ കഴിയും, ഒക്കെ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞു അല്ലേ? പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം മരിക്കും വരെ എപ്പോഴാണ് മരിക്കാമെന്നൊരു ഐഡിയ ഇല്ല. ഉണ്ടോ? ദുനിയാവിൽ ഇന്ന് ജീവിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഖബറിലുണ്ട്, നമുക്കറിയാലോ. അവരുടെയൊക്കെ പരലോകം അള്ളാഹു വളരെ ബാസുരമാക്കുകയും സന്തോഷത്തോടുകൂടി ആക്കി തീർക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ പോയാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അടുത്ത തലമുറ ഉണ്ടാവണം. അതിന് ബോധമുള്ളൊരു തലമുറ അവിടെ വളരണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ അവിടെ ഉണ്ടാവണം. അതിനൊരു ബോധമുള്ള തലമുറയും വേണം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, മക്കൾക്കും മുതലുകൾക്കും വേണ്ടിയിട്ട് സ്വന്തം ആഹാരം നഷ്ടപ്പെടുത്തുക. ചില ആൾക്കാർ അവരുടെ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിക്കും. അതിന് ചിലപ്പോൾ ഹലാല് നോക്കൂല, ഹറാമ് നോക്കൂല, ഓല കാര്യം നേടണം, ഓല് വിചാരിച്ചമാതിരി ജീവിപ്പിക്കണവരെ അല്ലേ? റസൂൽ പറയാം, മിൻ ഷർറിന്നാസ് മൻസിലത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും മോശമായൊരു സ്ഥാനമുള്ള ആളുകളുണ്ട്. അതാരാ? അബ്ദുനൊരു മനുഷ്യനാണ്. അദ്ഹബ ആഖിറതഹു ബി ദുനിയാ ഗൈറഹു, മറ്റുള്ളവർക്ക് വേണ്ടി ദുനിയാവിൽ ജീവിച്ച ഭാര്യക്കും മക്കൾക്കും വേണ്ടി സ്വന്തം ആഹാരം നഷ്ടപ്പെടുത്തിയ ആളുകളാണ് പരലോകത്തെ ഏറ്റവും മോശപ്പെട്ട സ്ഥാനത്തുണ്ടാകുക. എന്നിട്ട് ആദ്യത പറഞ്ഞത്, ഈമാനില്ലാത്ത ഭർത്താക്കന്മാർ, ഈമാനില്ലാത്ത ഭാര്യമാർ, ഈമാനില്ലാത്ത മക്കൾ നിങ്ങൾക്ക് ശത്രുക്കളാണ്. നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ ഒക്കെ തടുക്കും. നല്ല ഭാര്യയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. തുഴീനു ബി അംരിൽ ആഖിറ, പരലോകത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുക. അതുപോലെ ഭാര്യ നല്ലൽക്ക് ജീവിക്കുമ്പോൾ അവളെ ഇസ്ലാമികമായ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയും അവർ ഈ ശത്രുവായ ഭർത്താവ്. അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ഏതായിരുന്നാലും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്, ഇപ്പം നമുക്ക് ഈമാൻ നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഒന്ന് നമ്മളെ സമ്പത്താണ്, ഒന്ന് നമ്മളുടെ ഭൗതികമായ മോഹങ്ങളാണ്, വളരെ അമിതമായ മോഹം. എന്നിട്ടോ ശരീരത്തിൻ്റെ ചാപല്യങ്ങൾ, മനസ്സിൻ്റെ ചാപല്യങ്ങൾ എല്ലാ വൃത്തികളിലേക്കും ആണും പെണ്ണും പോയിക്കൊണ്ടിരിക്കും അല്ലേ? ഒരുപാട് ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? പ്രേമുണ്ടാവും, പ്രേമത്തിൻ്റെ കൂടെ ബാക്കി തെറ്റുകളെല്ലാം വരും അല്ലേ? അങ്ങനെയാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള കൂട്ടുകാർക്കാണ് നമ്മൾ ചങ്ക് എന്ന് പറയുന്നത് അല്ലേ? ചങ്കായി ജീവിക്കാൻ എന്ത് വേണം? എല്ലാ തമ്മാടുത്തായിട്ട് നടക്കുന്നവർക്ക് ആ ചങ്ക് അറിയാം. കള്ളുടിയിൽ ഒരു പങ്കുണ്ടാവും, ലഹരി പദാർത്ഥ ഉപയോഗിക്കുന്നതിൽ പങ്കുണ്ടാവും, പ്രേമിക്കുന്നതിലുണ്ടാവും, തട്ടിക്കൊണ്ടുപോകുന്നതിലുണ്ടാവും. മനസ്സിലായോ? ഓല മൊബൈൽ ഇങ്ങോട്ട് എടുത്താൽ മതി, ഓല ആരാൻ തിരിയും. അപ്പം അള്ളാഹ്ക്ക് വളരെ എളുപ്പമാണ്. ഏത്? പരലോകത്തിന് മലക്കുകൾക്കും പ്രത്യേക പണിയൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ മൊബൈൽ ഇട്ട് വാങ്ങിയാൽ മതി, നിങ്ങൾ ആരാൻ തിരിഞ്ഞു. നിങ്ങളെ മൊബൈൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ലോക്കാക്കുന്നത്? എല്ലാവരും കിട്ടുന്ന വിധത്തിൽ വെക്കാത്തതുകൊണ്ടാണ്. വെച്ചാൽ നിങ്ങൾക്കറിയാം, മക്കൾ നടിയിട്ടേണ്ടി വരും, ഭാര്യൻ്റെ നടിയിട്ടേണ്ടി വരും, ഭർത്താവിന് അടിയിട്ടും ഭാര്യക്ക് അടിയിട്ടും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ലൈഫ് അല്ലേ? ആകെ ബുദ്ധിമുട്ടില്ല മാനസികമായിട്ട്. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, അൽ അഖില്ലാഉ യൗമൈദിൻ, ഇനിയൊരു വിഭാഗം ആളുകളുണ്ട് നമ്മളെ കൂട്ടുകാർ. അള്ളാഹ് പറയാം, അൽ അഖില്ലാ, കൂട്ടുകാർ, യൗമൈദിൻ, അന്നേ ദിവസം ബഅ്ദുഹും ലി ബഅ്ദിൻ അദുവ, പരസ്പരം ശത്രുക്കളായിരിക്കും. കൂട്ടുകാർ പരസ്പരം ശത്രുക്കൾ. അതാരാ ഈ കൂട്ടുകാർ? ഞാൻ ഇപ്പോൾ പറഞ്ഞേ, ഏതാ കൂട്ടുകാർ? 24 മണിക്കൂറും കള്ളും കുടിച്ച് ലഹരി പദാർത്ഥം ഉപയോഗിച്ച് മദ്യവും മദിരാശിയുമായി നടന്ന് പാട്ടും കൂത്തുമായി നടന്ന് ലക്ഷ്യബോധമില്ലാതെ ജീവിച്ച കൂട്ടുകാർ. അൽ അഖില്ലാഉ യൗമൈദിൻ ബഅ്ദുഹും ലി ബഅ്ദിൻ അദുവ ഇല്ലൽ മുത്തഖീൻ. തഖ്വയോടുകൂടി ജീവിച്ച കൂട്ടുകാരല്ലാത്ത ബാക്കി എല്ലാ കൂട്ടുകാരും നാളെ പരലോകത്ത് ശത്രുക്കളാവും. ഇപ്പം നമ്മളൊക്കെ ഒരുപാട് ചങ്ക് കൂട്ടുകാരില്ലേ, അവരൊക്കെ നമ്മളെ ശത്രുക്കളാവും കേട്ടോ.
ആരോഗ്യ മുത്തക്കീങ്ങൾ കൂട്ടുകാരൊഴികെ. ആരായി മുത്തക്കീങ്ങൾ? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൃത്യമായി എടുത്ത, അല്ലേ, നമസ്കരിച്ച, നോമ്പ് നോറ്റ, സക്കാത്ത് കൊടുത്ത, അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുത്ത, വേണ്ടാത്ത വൃത്തികേടുകളൊന്നും ചെയ്യാത്ത, 24 മണിക്കൂറും ഓരോരുത്തർ മാറുന്ന ഡ്രസ്സിനനുസരിച്ച്, ഓരോരുത്തർ മാറുന്ന മുടിക്കനുസരിച്ച് മാറാത്ത, അല്ലേ, അള്ളി റസൂലും പറഞ്ഞതുപോലെ മുടി വളർത്തുന്ന, അള്ളി റസൂലും പറഞ്ഞതുപോലെ വസ്ത്രമണിയുന്ന, അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ സംസാരിക്കുന്ന. ഇപ്പം സംസാരമൊക്കെ ആരാ പഠിപ്പിക്കുന്നത്? സിനിമക്കാരും സീരിയലുകാരാ, അല്ലേ? നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആരാ? ഓര് നമ്മളെ പുരയിൽ വന്നിട്ട് ഇത് 2 നട്ടം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓലെ ജീവിതത്തിൽ ബാധിക്കാതെ തുടങ്ങി. പിന്നെ ഓല് സംസാരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുക. ചങ്കൊക്കെ അതിൽ പെട്ടതാണ്, അല്ലേ? ഒരുപാടുണ്ട്. ഞാനത് മിമ്പർമെന്ന് പറയുന്നില്ല, എനിക്കറിയായിട്ടല്ല. കാരണം അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് ചോദിക്കുമല്ലോ. ഞാൻ നോക്കണല്ലോ. ഞാൻ നോക്കിയില്ലേ നിങ്ങളോട് പറയാൻ കഴിയില്ല. എനിക്ക് കൗമ എവിടെയുള്ളത് ഞാൻ അറിയണം, വേണ്ടേ? ഇന്നത്തെ യുവസമൂഹം എവിടെ നിൽക്കുന്നു? ഇവർ നാളെ കൂട്ടുകാരാണ്, എൻ്റെ ജലീസാണ്. അള്ളാഹ് നമ്മൾ സാധാരണ പറയല്ലേ, നല്ല കൂട്ടുകാരനാണെങ്കിൽ കസ്തൂരി പോലെയാണ്, ഭയങ്കര സുഗന്ധ. മോശപ്പെട്ട കൂട്ടുകാരനാണെങ്കിലോ അവൻ അള്ളാഹ് റസൂൽ ഉപമിച്ചത് ഒരു ആലയിലെ കൊല്ലൻ്റെ ആലയിലെ അടുപ്പിനോടാണ്. കൊല്ലൻ്റെ ആലയിലെ അടുപ്പിലേക്കാണ് ചെന്നെന്താവും? പൊട്ടിത്തെറിക്കും, അല്ലേ? പലതും അതൊക്കെ നമ്മളെ തുണിയിലും അവിടെയൊക്കെ ആവും, അല്ലേ? പിന്നെ അവിടുത്തെ ദുർഗന്ധം അതൊക്കെ നമ്മളിലേക്ക് വരും. നേരെ മറിച്ച് നല്ല കൂട്ടുകാരാണെങ്കിലോ അത് കസ്തൂരി പോലെയാണ്. കാരണം അവനിലുള്ള എല്ലാ നന്മകളും നമ്മളിലേക്ക് വരും, അല്ലേ? ഒരു കൃത്യനിഷ്ഠ വരും. അതുകൊണ്ടാണ് മുത്തക്കീങ്ങൾ ഒഴികെ അങ്ങനെ ജീവിച്ച കൂട്ടുകാർ, ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ഈമാൻ നഷ്ടപ്പെടുത്താത്ത കൂട്ടുകാരുമായി കൂടി അങ്ങനെ മരിച്ച കൂട്ടുകാർ, അവരെ അള്ളാഹ് നാളെ വിളിക്കുന്നിടങ്ങൾ യാ ഇബാദ്, എൻ്റെ ദാസന്മാരെ. ആരാ എൻ്റെ ദാസന്മാർ? അള്ളാഹിൻ്റെ കൽപ്പനകൾ വിടാതെ ഭൗതികതയ്ക്ക് വേണ്ടിയിട്ട്, താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ വലിച്ചെറിയാത്ത എൻ്റെ ഇബാദുകളെ, ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം, ഇന്ന് മുതൽ നിങ്ങൾക്ക് യാതൊരു വിധ പേടിയും പേടിക്കേണ്ടതില്ല. ഒരു പേടിയും പേടിക്കേണ്ട. വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾക്ക് ദുഃഖവും ഉണ്ടാവില്ല. ഒരു ദുഃഖം ഇനിയില്ല. നിങ്ങൾ സ്വർഗത്തിലാണ്. ഉണ്ടാവും. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്താൽ സ്വർഗത്തുകാരാ. നല്ല ഭാര്യ ഉണ്ടായ സ്വർഗത്തുകാരാ. നല്ല ഭർത്താവ് ഉണ്ടായ സ്വർഗത്തുകാരാ. അല്ലെങ്കിലോ ശത്രുക്കളായിരിക്കും പരസ്പരം, അല്ലേ? ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നോക്കണ്ടേ? അതല്ലേ വിവാഹം കഴിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഫൽഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ളവരെ വിവാഹം കഴിച്ച് വിജയം നേടണം. മതബോധമില്ലാത്ത പൈസക്ക് വേണ്ടി തറവാട്ടിൻ്റെ വർത്താനം പറഞ്ഞ് ഓലൊക്കെ നല്ല എന്താ, അവർക്ക് ലോറിയുണ്ട്, കച്ചവടമുണ്ട്, ബിസിനസ്സുണ്ട്, സൂപ്പർ മാർക്കറ്റുണ്ട്, ഹൈപ്പർ മാർക്കറ്റുണ്ട്, എന്തെല്ലാമുള്ളത് ഓളെ വാപ്പക്ക്. അതിന് നിങ്ങൾക്ക് എന്താ കാര്യം? ഇതൊക്കെ ഉള്ളവരല്ലേ ഇപ്പോൾ കിട്ടുള്ളൂ. നീ കെട്ടണമല്ലോ, അങ്ങനെ കിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാൻ വിധിയുണ്ടെങ്കിൽ പറയാത് കേട്ടോ. അപ്പോൾ സാധാരണ വിവാഹം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ചിന്ത എന്താ വെച്ചാൽ മുക്കാലുള്ളവരെ പോയി കിട്ടുക, അല്ലേ? നല്ല സ്ഥാനവും മാനവും വലിയ വലിയ ഉയരങ്ങളിൽ നിൽക്കുന്ന ആളുകളെ മക്കളെ കിട്ടുള്ളൂ. അത് കെട്ടേണ്ടതല്ല, അത് നിങ്ങൾ കെട്ടാം. പക്ഷെ നിങ്ങൾ ലക്ഷ്യം അതാകരുത്. മനസ്സിലായോ? നമുക്കത് ലക്ഷ്യം ഉണ്ടാവും. ഇപ്പം നമ്മൾ കുഫു ഒക്കെ ഉണ്ടെന്നാണ് പറയുക, അല്ലേ? നല്ല പറയല് കല്യാണത്തിന് കഴിക്കുമ്പോൾ കുഫു ഒക്കെ ഉണ്ടേ. നിങ്ങൾക്കറിയോ, ജുലൈബീബ് എന്ന് പറയുന്ന വളരെ വിരൂപനായ, ശരീരത്തിൻ്റെ മുഖത്ത് മുഴുവനും ഉണ്ടകളായി ഇങ്ങനെ തൂങ്ങുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രായം വന്നിട്ട് വിവാഹം കഴിച്ചില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ വെച്ച് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല ജുലൈബീബ്, എനിക്കൊരു വിവാഹം കഴിക്കേണ്ട ചോദിച്ചു. അപ്പോൾ ജുലൈബീബ് പറഞ്ഞു, ആരാ റസൂലെ എന്നെ വിവാഹം കഴിക്കുക? ഞാൻ ഈ വിവാഹ കമ്പോളത്തിൽ നിലവാരമില്ലാത്തൊരു ജീവിയല്ലേ, അതുകൊണ്ട് ഇന്നാരാ വിവാഹം കഴിക്കുക? റസൂലുള്ള ചോദിച്ചു, എനിക്ക് വിവാഹം കഴിക്കണമെന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഒരു കുടുംബം വേണമെന്ന് നബിയെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരാൾ കയറി വന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ മോളെ ഞാൻ വിവാഹം ആലോചിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, വളരെ സന്തോഷം. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, എനിക്കല്ല അദ്ദേഹത്തിനുണ്ടാണ്. അപ്പോൾ ഉടൻ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ ഒന്നും കൂടി ആലോചിക്കട്ടെ, ഞാൻ നിങ്ങൾ വിവാഹം കഴിക്കുക വെച്ചിട്ട് തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ അമ്മനോട് കൂടി ഒന്ന് ചോദിച്ചാട്ടെ. അങ്ങനെ നിങ്ങൾ പറയല്ലേ, നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ബന്ധമാണെങ്കിൽ ഇപ്പം തന്നെ ഓക്കെ നമുക്ക് അടുത്ത ആഴ്ച നടത്താം, അല്ലേ? അത് എനിക്കല്ല ഇന്നാക്കാണ്, അയാൾക്ക് പൈസ മുക്കാലൊന്നും ഇല്ലല്ലോ, അത് ഞാൻ അമ്മനോടുകൂടി ചോദിച്ചോട്ടെ. അപ്പം നമുക്ക് ഭാര്യയ്ക്ക് വലിയ സ്ഥാനം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അത്. ഭാര്യൻ്റെ നിലവാരം എപ്പോഴാണ് ഉണ്ടാകുക? അമ്മനോട് ചോദിച്ചാട്ടെ. അതുവരെ അമ്മയും വേണ്ട, ആരും വേണ്ട, നമുക്ക് തന്നെ മതി. എന്താ കാരണം? മുക്കാലുണ്ട്. ഏതാട്ടെ, ഈ അൻസാരി വീട്ടിൽ വന്നിട്ട് ഈ കാര്യം അവതരിപ്പിച്ചു. റസൂലുള്ള പറഞ്ഞതും
അദ്ദേഹം പറഞ്ഞതും തിരിച്ച് ഇന്നയാളാന്ന് പറഞ്ഞതൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഈ വിവാഹം കഴിക്കേണ്ട ഈ മണവാട്ടിയായ പെണ്ണ് കേട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ ഉമ്മ പറഞ്ഞെന്താ വെച്ചാൽ, ഒരിക്കലും ജുലൈബിയുമായി എൻ്റെ മകളെ ഞാൻ ഒരിക്കലും വിവാഹം ചെയ്ത് കൊടുക്കില്ല. ആര് പറഞ്ഞാലും റസൂലല്ല, അള്ളി റസൂലല്ല, ആര് പറഞ്ഞാലും കഴിച്ചു കൊടുക്കില്ലാണ്. നിങ്ങൾ അസറിന് പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ റസൂലിനോട് പറഞ്ഞല്ലേ അത് കഴിയൂലെന്ന്. റസൂലിൻ്റെ അസർ, ഈ പിതാവ് അൻസാരി വീട്ടിൽ നിന്ന് അസർ നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ മകൾ ഇത് കേട്ടിട്ട് വന്നു. എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ പള്ളിയിലേക്കാണ്. നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞല്ലോ ഒരു കല്യാണത്തെക്കുറിച്ച്, അള്ളാൻ്റെ റസൂൽ ഉണ്ടാക്കിയ വിവാഹമല്ലാത്ത വേറൊരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കും നിങ്ങൾ വിചാരിക്കണ്ട. നോക്കണം നിങ്ങൾ, അതാണ് ഈമാനുള്ള പെണ്ണ്. ആ ഈമാൻ അല്ല വെറുതെ കൊടുക്കൂല. എനിക്കത് മതി. ഞാൻ സൗന്ദര്യത്തിനുള്ള പ്രാധാന്യം, എനിക്ക് അള്ളാൻ്റെ റസൂൽ ഉണ്ടാക്കിയൊരു അള്ളാഹു തീരുമാനിച്ച വരനാണ്, അത് മതി എനിക്ക്. അങ്ങനെ ഞാൻ ചുരുക്കി പറയാം, ആ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി ജുലൈബിയുമായുള്ള വിവാഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. മഹർ കൊടുക്കാനൊന്നുമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹർ കൊടുത്തു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി ജീവിത പങ്കാളിയെ കാണാൻ വേണ്ടി പോകുന്ന രാത്രി, ആ രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം മസ്ജിദ് നബവി ജൂതന്മാർ ആക്രമിക്കുന്നൊരു വിവരം പുറത്ത് കിട്ടി. തൻ്റെ മണവാട്ടിക്കുള്ള പുടവകളും കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഭാര്യയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്ന ജുലൈബീബിന് കേൾക്കാൻ കഴിഞ്ഞു മദീനത്തെ പള്ളി ആക്രമിക്കുന്നുണ്ടെന്ന്. ഉടനെ കക്ഷത്തിലേന്തിയ പുടവുമായി ആ ജൂതന്മാരുമായി ഏറ്റുമുട്ടുകയും ഷഹീദാവുകയും ചെയ്തു. വീടുകൂടിയില്ല. ആലോചിച്ച് നോക്കുള്ളൂ. അതാണ് ഈമാൻ. അല്ലാഹ് തീരുമാനിച്ചതാ. ആ ഈമാൻ്റെ ശക്തി എന്തെങ്കിലും പള്ളി, നേരെ മറിച്ച് നമ്മൾ പള്ളിയല്ല എന്തുണ്ടായാലും വേണ്ടില്ല, കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ഭാര്യനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഉമ്മ മരിക്കാൻ കിടക്കുന്നുണ്ടെന്ന് അത് ഇടയ്ക്കിടയ്ക്ക് മരിക്കേണ്ടി വരും. അതൊന്നൊരു വിഷയമല്ല. അവിടെയാണ് ഈമാൻ വല്ലാത്തൊരു ഹുൽവത്താണ്, അതിന് ഭയങ്കര മധുരമാണ്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗ്യമല്ല. അതുകൊണ്ട് ഈമാനോടുകൂടി ജീവിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നല്ല കൂട്ടുകാർ അവരെ നമ്മൾ തിരഞ്ഞെടുത്താൽ അള്ളാഹു വിളിച്ചു പറയും, എന്ത്, യാ ഇബാദ് ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം, നിങ്ങൾക്ക് ഇന്ന് യാതൊരു ഭയവും വേണ്ടതില്ല, വലാ അൻതും തഹ്സനും, ദുഃഖിക്കും വേണ്ട. എന്താ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത? അല്ലദീന ആമനൂ ബി ആയാത്തിന, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആയത്തുകളിൽ വിശ്വസിക്കുകയും വക്കാനു മുസ്ലിമീൻ, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത മുസ്ലിങ്ങളാണ്. അതുകൊണ്ടാണ് പറയാൻ കാരണം. എന്താ പറഞ്ഞറിയോ? ആ നല്ല കൂട്ടുകാരായി ജീവിച്ച് നല്ല കുടുംബം, നല്ല ഭാര്യ, നല്ല മക്കൾ, അവരോട് പറയാം ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. നാളെ സ്വർഗത്തിനെ നല്ല കൂട്ടുകാരെ സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുത്ത് മരിച്ചു പിരിഞ്ഞ കൂട്ടുകാർ, അവരുടെ മയ്യസ്കാരും ഒക്കെ ഇവിടെ നടന്നു, ഖബറിൽ കൊണ്ടുപോയി മറമാടി. അവരോട് അള്ളാഹ് പറയാ പരലോകത്തിന്, ദുഖുലുൽ ജന്ന, സ്വർഗത്തിൽ കടിക്കോളൂ. എന്താ കാരണം? അൻതും വ അസ്വാജുക്കും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും, ഭാര്യയും ഭർത്താവും മക്കളും കുടുംബസമേതം സന്തോഷത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹ് പറയും. പക്ഷേ അത് അള്ളാഹു സൂറത്ത് സുഹ്റുഫിൽ വിശദീകരിച്ചാണ്. സൂറത്ത് സുഹ്റുഫ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. ശരിക്കും വേണ്ട എന്താ അറിയുക, അറിവ് വേണം. അല്ലെങ്കിൽ നമ്മൾ പലതിലേക്ക് പോയി പോകും മനസ്സിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച്. അതുകൊണ്ട് മനസ്സിൻ്റെ മോഹങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. അത് പഠിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫൈനൽ ജന്നത ഹിയൽ മഅവ. എന്താ? ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ നടപ്പാക്കാതിരിക്കാൻ. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിൻ്റെ കോടതിയെ ഭയപ്പെടുകയും റബ്ബിൻ്റെ മഹത്വം അറിയുകയും റബ്ബ് ഇന്നൊക്കെ ചെയ്യുമെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ നടപ്പിലാക്കാതിരിക്കുക. ശരീരത്തിന് ഒരുപാട് ഇഷ്ടമുണ്ട്, അതൊക്കെ നടപ്പിലാക്കാണ്ടിരിക്കണം. നഹൻ നഫ്സ അനിൽ ഹവാ. അങ്ങനെയാണെങ്കിലോ ഫൈനൽ ജന്നത ഹിയൽ മഅവ, അവരുടെ അഭയകേന്ദ്രം സ്വർഗമാണ്. അപ്പം എന്ത് വേണം? മനസ്സിൻ്റെ ഇച്ഛകൾ, മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളൊക്കെ താന്നതാ. ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സ് പറയുന്നത് പോലെ ജീവിച്ചാൽ അതിലും വലിയ തരം താന്ന വ്യക്തി ഭൂമിയിലുണ്ടാവില്ല, ആഹൃത്തിലുണ്ടാവില്ല. അതിനെ നിയന്ത്രിക്കാൻ കഴിയണം. മനസ്സിനൊരുപാട് ചാബല്യങ്ങളുണ്ട്. ശരീരത്തിൻ്റെ ഒരുപാട് നിലവാരം കുറഞ്ഞ ആഗ്രഹങ്ങൾ, അതിനെ തടുക്കാൻ കഴിയണം കേട്ടോ, എന്നാലേ സ്വർഗം കിട്ടും. അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അള്ളാഹുവിൻ്റെ ചരക്ക് വില കൂടിയാട്ടോ. എന്നിട്ട് പറയാം, അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന, അള്ളാഹുവിൻ്റെ ചരക്ക് എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ്, അത് വില കൂടിയതാണ്, അത്
സാധാരണക്കാരന് കിട്ടുന്നതല്ല, കുറച്ച് അധ്വാനിക്കണം. നല്ല വില കൂടിയ ചരക്കാണ്. എന്താണ് ആ ചരക്കിൻ്റെ പ്രത്യേകത? ആ സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്താ? വില കൂടിയ ചരക്കിനെന്താ പ്രത്യേകത? റസൂല പറയാണ്, മാല ഐനുൻ റാത്ത്, ഒരു കണ്ണും ഇന്ന് വരെ മരണം വരെ ലോകം അവസാനിക്കുന്നതുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ. അതാണ് സ്വർഗം. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല. പിന്നെ ഓല ഉദുനുൻ സമയത്ത്, ഒരു കാതും അതേക്കുറിച്ച് ആ സ്വർഗത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ ആയത്തുകളിലൂടെ അല്ലാതെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. വല്ലാത്തൊരു അനുഗ്രഹീതമായ സ്വർഗമാണ്. ഓല ഹത്ര കൽബ ബഷീൻ, ഒരു ഡിസൈനറുടെയും ഭാവനയിൽ ആ സ്വർഗത്തെ വിഭാവനം ചെയ്യാൻ കഴിയില്ല. അത്രയും അനുഗ്രഹീതമായ വിലപിടിപ്പുള്ള സ്വർഗമാണ് തരാൻ പോകുന്നത്. നമ്മൾ ചെയ്യേണ്ടതോ മനസ്സിൻ്റെ വികലമായ മോശമായ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും അല്പം മാറ്റിവെക്കുക. ദുനിയാവിന് കൊടുക്കേണ്ട സ്ഥാനം ദുനിയാവിന് കൊടുക്കുക, ആഖിറത്തിന് വേണ്ട സ്ഥാനം ആഖിറത്തിന് കൊടുക്കുക. ഈമാൻ നഷ്ടപ്പെടണ്ടോ എന്ന് പരിശോധിക്കുക. കച്ചവടത്തിലും വ്യവഹാരങ്ങളിലും മക്കളിലും ഭൗതികമായ സൗകര്യങ്ങളിലും മുഴുകാൻ വേണ്ടി ഭാര്യയും മക്കളൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിവാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ച് നമുക്കതിന് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈമാൻ അള്ളാഹു എടുത്തു കളയുന്നില്ല. അല്ലെങ്കിൽ പടച്ചോനെ ഈമാനോടുകൂടി മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല. അള്ളാഹു ഈമാനോടുകൂടി മരിപ്പിക്കുകയും ഈമാനോടുകൂടി ജീവിച്ചവരാണ്. ഏതായിരുന്നാലും അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ഈമാൻ കുറഞ്ഞുപോയ പല ഘട്ടങ്ങളുമുണ്ട്. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അത് ഇന്നതൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് തെറ്റുകൾ, പറയാൻ പറ്റാത്ത ഒരുപാട് തെറ്റുകൾ, മറ്റൊരാളോട് കേൾപ്പിക്കാൻ പറ്റാത്ത തെറ്റുകൾ, ഇതൊക്കെ വന്നു പോയിട്ടുണ്ടാവും. ഏതായിരുന്നാലും റഹ്മാനായ റബ്ബ് പുറത്തു തരാമെന്ന് അള്ളാഹ് പറയുന്നുണ്ട്, അല്ലേ? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, നിങ്ങൾ കണ്ടമാനം തെറ്റു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരോടും പറയാൻ പറ്റാത്ത, ആരും കേൾക്കാൻ പറ്റാത്ത അനവധി തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെയ്തു. അതെല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു, പൊറുക്കൽ തേടി തൗബ ചെയ്തു, മാറി തിരുത്തി. അങ്ങനെയാണ് നിങ്ങൾ മരിക്കുന്നെങ്കിലോ അള്ളാഹു പറയാം, നിങ്ങൾ ഒരിക്കലും ബേജാറാവണ്ട. എന്താ? യാ ഇബാദിയല്ലദീന അസ്റഫു ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാഹിൻ്റെ കാരുണ്യം നിങ്ങൾ എടുത്തു കളിയില്ല, നിങ്ങൾ എത്ര തെറ്റിയതാലും. അതുകൊണ്ട് തെറ്റെല്ലാം ചെയ്ത ആളുകൾ ഈമാൻ നഷ്ടപ്പെടാതെ കച്ചവടത്തിലും വ്യവഹാരങ്ങളിലും മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി മാത്രം ജീവിക്കാതെ സ്വന്തം ഖബറിനെയും സ്വന്തം ആഖിറത്തെയും ഒന്ന് വിലയിരുത്തുക. ഈമാൻ ആർക്കൊക്കെ നൽകും, ആർക്ക് നൽകില്ല എന്നല്ലാഹു പറഞ്ഞിട്ടുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് ഈമാൻ എപ്പോഴും കിട്ടാൻ വേണ്ടി ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, പടച്ചോനെ എനിക്ക് തഖ്വ കൊണ്ടാ. ആരാ പ്രാർത്ഥിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എനിക്ക് തഖ്വ കൊണ്ടാണ്. നമ്മളെന്നേയും ചോദിച്ചു എനിക്ക് തഖ്വ കൊണ്ടാണ്. നമ്മൾ ചോദിക്കുന്നത് നമുക്ക് പൈസ കൊണ്ടാ, ആരോഗ്യം കൊണ്ടാ, നല്ല മക്കളെ കൊണ്ടാ, നല്ല ഭാര്യനെ കൊണ്ടാ, അല്ലേ? കച്ചവടം ഉഷാറായിക്കൊണ്ട്, അതൊക്കെ നമ്മൾ ചോദ്യം. റസൂല ചോദിക്കുക, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, എൻ്റെ നെഫ്സിന് പടച്ചോനെ തഖ്വ തരണം. വ സക്കിഹ, എൻ്റെ മനസ്സിൻ്റെ വികലമായ മോശമായ ഭാഗങ്ങൾ പടച്ചോനെ പരിശുദ്ധപ്പെടുത്തണേ. വ സക്കിഹ വ അൻത മൻ സക്കാഹ, നീയാണ് അതിനെ പരിശുദ്ധപ്പെടുത്തുന്നത്, അതുകൊണ്ട് നീ പരിശുദ്ധപ്പെടുത്തണം. കൽബിനെ പരിശുദ്ധപ്പെടുത്തി മരിക്കുമ്പോൾ നല്ല തിളങ്ങുന്ന വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്ന മനസ്സിൻ്റെ ഉടമസ്ഥന്മാരായി മലക്കുകൾ നമ്മളുടെ റൂഹിനെ ഏറ്റുവാങ്ങി അവൻ്റെ സ്വർഗ്ഗലോകത്തേക്ക് കൊണ്ടുപോകുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യാ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ദുനിയാവിലെ സുഖം നേടിയാലും നേടിയിട്ടില്ലെങ്കിലും മരണം ഉറപ്പാണ്, ഖബർ ഉറപ്പാണ്, പോകാണ്ടക്കാൻ കഴിയൂല. അത് ബുദ്ധിയുള്ളൊരു മനുഷ്യൻ മനസ്സിലാക്കും. എൻ്റെ മുമ്പ് ഒരുപാട് സുഖങ്ങൾ അനുഭവിച്ചവർ, ഒരുപാട് സൗകര്യങ്ങൾ അനുഭവിച്ചവരെല്ലാം പോയിട്ടുണ്ട്. അവരുടെ സൗകര്യങ്ങളും അവരുടെ സമ്പത്തുക്കളുമെല്ലാം അടുത്ത തലമുറ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ സമ്പത്തുള്ള മനുഷ്യൻ മരിക്കുമ്പോണ്ടല്ലോ ഓൻക്ക് ഈമാനൊന്നല്ല വരിക, ഓൻക്ക് തഖ്വയൊന്നല്ല വരിക, ഓൻ ഇതിന് ഭയപ്പെടുക. ദുനിയാവിനെ സ്നേഹിച്ചോട്ടോ, ദുനിയാവിനെ സ്നേഹിച്ച സമ്പന്നൻ, ദുനിയാവല്ല കൊടുക്കും സമ്പന്നന്, ഇഷ്ടം പോലെ കൊടുക്കും. അത് നേരെ മറിച്ച് അതിനോൻ എന്ത് ചെയ്യില്ല, പുണരൂല. ഓൻ്റെ ആഹാരം നഷ്ടപ്പെടുന്ന രൂപത്തിൽ ആ ദുനിയാവിനെ ഉപയോഗിക്കൂല. അപ്പം നേരെ മറിച്ച് ഭൗതികമായ സൗകര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അവസാനം മരിച്ചു. ആ മനുഷ്യൻ അള്ളാഹു അവൻ ഭൗതികതയ്ക്ക് വേണ്ടി ദുനിയാവിനെ ഉപയോഗപ്പെടുത്തി, ആഖിറം അല്പം പോലും നേടിയില്ല. അത്തരം ആളുകളുടെ
ആളുകളെ അള്ളാഹു പരലോകത്ത് കൊണ്ടുവന്ന് നിർത്തുന്ന രംഗമല്ല പറയുന്നുണ്ട്. വയൗമ യൂറദുല്ലദീന കഫറു അലന്നാർ, നരകത്തിൻ്റെ മുമ്പിൽ ഗർജിക്കുന്ന തീത്തുപ്പുന്ന നരകത്തിൻ്റെ മുമ്പിൽ അള്ളാഹു തീ ഇങ്ങനെ ജിമാലത്തും സുഫർ, ഒരൊട്ടകത്തിൻ്റെ വലുപ്പമുള്ള തീപ്പൊരികൾ പൊന്തി വരുന്ന നരകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ ഭൗതികനെ കൊണ്ടുവന്ന് നിർത്തും. അപ്പോഴാണ് ഭൗതികത, നമ്മളെ ഡ്രസ്സ്, നമ്മളെ കോലം, നമ്മളെ മഹന്തി കല്യാണം, നമ്മളെ മഞ്ഞക്കല്യാണമൊക്കെ അപ്പോഴാണ് ബോധ്യപ്പെടുക കേട്ടോ. അവിടെ കൊണ്ട് നിർത്തും. എന്നിട്ട് അല്ല പറയാം, അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫി ഹയാത്തിക്കും ദുനിയ, നിങ്ങളുടെ ദുനിയാവിൽ നിങ്ങൾ എല്ലാ സൗകര്യങ്ങളും ദുനിയാവ് തന്നെ ഉപയോഗിച്ചു, ഒന്നും ആഹ്റത്തിലേക്ക് മാറ്റി വെച്ചില്ല. എനിക്കെൻ്റെ ആഹാരം കിട്ടുമെന്ന് ചിന്തിച്ചില്ല. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉപയോഗപ്പെടുത്തി. വസ്തംതഅ്തും ബിഹ, അതുകൊണ്ട് പരമാവധി സൂക്ഷിച്ചു. അല്ലേ, അള്ളാൻ്റെ പ്രയോഗം നോക്കണം. വസ്തംതഅ്തും ബിഹ, നീ അതുകൊണ്ട് ഇസ്തിംതാഅ് നടത്തി. അതുകൊണ്ട് ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, നിന്ദ്യമായ ശിക്ഷത ഇന്ന് എനിക്ക് പ്രതിഫലമായി കിട്ടുകയാണ്. സൂക്ഷിക്കുക കേട്ടോ. ഇങ്ങനെ ഭൗതികതയിൽ തിളച്ചാടുമ്പോൾ, ആർമാദിക്കുമ്പോൾ ചിന്തിക്കുക, നമ്മളെ ഭാര്യയ്ക്ക്, നമ്മളുടെ മക്കൾക്ക്, നമ്മളെ കുടുംബങ്ങൾക്ക്, ബന്ധുക്കൾക്കൊക്കെ പലതരം ഡ്രസ്സുകൾ, പലതരം കോഡുകൾ, പലതരം രൂപങ്ങൾ, പലതരം മുടികൾ, അതിനൊക്കെ സഹായം ചെയ്ത് കൊടുക്കുക. എന്നിട്ടോ ഓൻ പള്ളിയിലും വരും. ഇതൊക്കെ ചെയ്തുകൊണ്ട് ആലോചിക്കൂ, അത്തരം ആളുകൾ അള്ളാഹു നരകത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ജ്വാല പോലുള്ള അങ്ങനെ പൊന്തി വരുന്ന, അത് അറിയാൻ വേണ്ടിയിട്ട് അല്ല എന്ത് പറഞ്ഞത്, ഒരൊട്ടകത്തിൻ്റെ വലിപ്പുണ്ടാവും ഒരു തീഞ്ചാല, ഒറ്റ തീജ്വാല. അവിടെ കൊടുത്ത് നിർത്തിയിട്ട് അല്ല പറഞ്ഞതാണ്, അദ്ഹബ്തും, നീ പോക്കിക്കളഞ്ഞു, തയ്യിബാത്തിക്കും, നിൻ്റെ എല്ലാ വിശിഷ്ട വസ്തുക്കളും, ഫി ഹയാത്തി ദുനിയ, നിൻ്റെ ഇത് ഹലോത്ത് തന്നെ. ആർക്കും മനസ്സിലാകുന്ന മലയാളം പറയുമ്പോൾ അല്ല പറയുന്നത് അല്ലേ. വസ്തംതഅ്തും ബിഹ, അതുകൊണ്ട് നീ പരമാവധി ദുനിയാവ് സൂക്ഷിച്ചു. എങ്ങനെയൊക്കെ സൂക്ഷിക്കാൻ കഴിയും? കള്ളുടിച്ച് സൂക്ഷിച്ചു, വ്യഭിചരിച്ച് സൂക്ഷിച്ചു, പലിശക്ക് കൊടുത്ത് സൂക്ഷിച്ചു, മുക്കാല് അട്ടിക്ക് വെച്ച് സൂക്ഷിച്ചു. അല്ലേ, ഒരുപാട് ഒരു നന്മയും നിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇങ്ങനെയൊക്കെ മുതലും ഒക്കെ ഉണ്ടാവണം, മക്കൾ പോലും വഴിവിട്ടു പോകും. മനസ്സിലായോ? പിന്നെ ഉമ്മ ബാപ്പ എന്നുള്ള വിചാരം വരില്ല, പിന്നെ മുതലാണ്. നിങ്ങൾ നോക്കേണ്ടി, ലോകത്തേക്ക് വെറുതെ നിങ്ങൾ കണ്ണോടിച്ച് നോക്കി. പോറ്റി വളർത്തിയ മാതാപിതാക്കളോട് വരെ നവർമൈൻഡാണ്. കാരണം ഒരിടത്ത് മുക്കാലില്ല, ഇവരത്ത് മുക്കാലുണ്ട്. ഉമ്മയും ബാപ്പിയും അങ്ങനെ തന്നെ. പൈസ ഉള്ള മോനെ വല്ലാണ്ട് താലോലിക്കും. അല്ലേ, അങ്ങനെ നശിച്ചു നമ്മൾ. അങ്ങനെ നമ്മൾ മരിക്കരുത്. അങ്ങനെ മരിക്കുമ്പോൾ ബുദ്ധിമുട്ടായി പോകും കേട്ടോ. അതുകൊണ്ട് വസ്തംതഅ്തും ബിഹ ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, നിന്ദ്യമായ ശിക്ഷ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട് കേട്ടോ. എന്താ അല്ല പറയാം, യൗമ യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ഈ നരകത്തിൻ്റെ മുമ്പിൽ നിന്ന് ചിന്തിക്കും. ഇല്ലാത്ത വാക്കാട്ടോ. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, ദുനിയാവിൽ വെച്ച് ചെയ്ത എല്ലാ ചീത്ത പ്രവൃത്തികളും അവിടെ വെച്ച് ചിന്തിക്കും. ഒന്നും മറന്നുമില്ല. ഇവിടുന്ന് നേരെ മറിച്ച് ഇപ്പം എടുത്ത താക്കോലോ കുറച്ച് കഴിഞ്ഞാൽ ചോദിച്ചാൽ കിട്ടൂല, മറന്നു പോകും. അല്ലേ, പക്ഷേ നരകത്തിൻ്റെ മുമ്പിൽ കൊടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ, നമ്മൾ പ്രായപൂർത്തി എത്തിയത് മുതൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാത്ത, അള്ളാഹിനോട് തൗബ ചെയ്യാത്ത, അള്ളാഹ് മാപ്പ് തരാത്ത എല്ലാ കുറ്റങ്ങളും നമ്മളുടെ മുമ്പിൽ വരും. അതാണ് യൗമ യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കും മാ സഅ, എന്തൊക്കെയാണ് ഈ മരണം വരെ അവൻ ചെയ്തതെന്ന്. അപ്പോഴോ വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ, ജഹീം അഗാധമായ ആഴമുള്ളൊരു നരകമുണ്ട്, അതിൻ്റെ പേരാ ജഹീം. നരകത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതിൽ ഏറ്റവും ആഴം കൂടിയ നരകത്തിൻ്റെ പേരാ ജഹീം. ആ ജഹീമിന്, ആ നരകത്തെ ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഈ ചിന്തിക്കുന്ന തെറ്റുകൾ ഒരുപാട് ചെയ്ത് മുഴുവൻ ഇങ്ങനെ ആലോചിക്കുക. അവിടെ നിന്നിട്ട് നരകം ഇങ്ങനെ ഗർജിക്കുമ്പോഴേ നരകത്തിന് മുമ്പിൽ നിന്നാണ് ചിന്തിക്കുന്നത്. ബുരിസത്തിൽ ജഹീമു ലിമൻ യറ, എല്ലാവർക്കും കാണാൻ വേണ്ടി അള്ളാഹുവിൻ്റെ നരകത്തെ അള്ളാഹു കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തും. ഫഅമ്മാമൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയ, ഫഅമ്മാമൻ തഗാ, അതിരുവിട്ട് ജീവിച്ചവർ, അടിച്ചു പൊളിച്ച് ജീവിച്ചവർ. തഗാന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ നിയമങ്ങൾക്കൊന്നും ഒരു വിലയില്ല. സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ, മനസ്സിൻ്റെ ഇഷ്ടങ്ങൾ, അതിനു വേണ്ടി മാത്രം ജീവിച്ച ആളുകൾ. അമ്മാമൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയ, ഇഹലോക ജീവിതത്തെ തെരഞ്ഞെടുത്തവർ. ഫൈനൽ ജഹീമ, ആ നരകമാണ് ഹിയൽ മഅ്വ, അത്തരക്കാർക്കുള്ള അഭയകേന്ദ്രം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുർറാഹിമിനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. റഹ്മാനായ കോടതി, റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ നമ്മുടെ കർമ്മരേഖ
വലത് കൈകൊണ്ട് സ്വീകരിച്ച് സ്വർഗം പോകാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കഠോരമായ നരകത്തിൻ്റെ തീജ്വാലയിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മുടെ എല്ലാം കുടുംബത്തെയും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم ألحقنا مع الصالحين اللهم ألحقنا مع الصالحين اللهم ألحقنا مع الصالحين اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.